ഹൈ ഡിയേഴ്സ്, അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് എയർ ഫെയറിൽ ഒരു കിഡിലൻ ടീ കേക്കാണ് തയ്യാറാക്കി എടുക്കുന്നത്. ഹെൽത്തി ആയിട്ടുള്ള ഒരു ടീ കേക്കാണ് കേട്ടോ. നമ്മൾ 2 നേന്ത്രപ്പഴം വെച്ചിട്ടാണ് ഈ ഒരു ടീ കേക്ക് റെഡിയാക്കി എടുക്കുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. ഇതിലോട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സുകളൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു ബ്ലാക്ക് കിസ്മിസാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് 2 നേന്ത്രപ്പഴം കനം കുറച്ച് ഇതേപോലെ കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ. അത് ചേർത്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. പഴമൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടണേ. അപ്പോൾ പഴം സോഫ്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതിലോട്ട് 2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് വരുന്ന സമയത്ത് ഇതിലോട്ട് അരക്കപ്പോളം തേങ്ങ ചിരകിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ തേങ്ങ ചിരകിയതും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമ്മുടെ ഈ ഒരു കേക്കിന് വേണ്ടിയിട്ട് 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഒരു മിക്സിൻ്റെ ജാറിലോട്ട് 3 മുട്ടയും പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. നമുക്ക് ഈ ഒരു കേക്ക് ഉണ്ടാക്കാൻ ബീറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. മിക്സിയിൽ നേരിട്ട് മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് നല്ലൊരു ഫ്ലേവറിന് വേണ്ടി 2 ഏലക്കായ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ മധുരത്തിന് ആവശ്യമായിട്ട് ജാഗരി പൗഡർ, ശർക്കര പൗഡറാണ് കേട്ടോ ചേർക്കുന്നത്. പഞ്ചസാര ഈ ഒരു കേക്കിന് വേണ്ടി യൂസ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലൂടെ ഒഴിച്ചിട്ട് 2 മിനിറ്റ് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. നമ്മൾ അടിച്ചെടുത്തിട്ടുള്ള മിക്സ് ഈ ഒരു ബൗളിലോട്ട് മാറ്റാം കേട്ടോ. അപ്പോൾ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള കേക്ക് ആയതുകൊണ്ട് തന്നെയാണ് ഇതിലോട്ട് പഞ്ചസാര ചേർക്കുന്നത്. നിങ്ങൾക്ക് പഞ്ചസാര ചേർക്കണമെന്നുണ്ടെങ്കിൽ ഇതിന് പകരം 1/4 കപ്പ് പഞ്ചസാര ചേർത്താലും മതി കേട്ടോ. ഇനി ഇതിലോട്ട് നമ്മൾ 1 കപ്പ് അളവിൽ ഗോതമ്പ് പൊടിയും 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു അരിപ്പയിലൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കേക്കുകളൊക്കെ തയ്യാറാക്കി എടുക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ അരിപ്പയിലൂടെ തന്നെ ഡ്രൈ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ അരിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോഴേ നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അതാ ഞാനിവിടെ ഈ ഒരു ഡ്രൈ ആയിട്ടുള്ള പൗഡേഴ്സൊക്കെ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. മിക്സ് ചെയ്ത് കൊടുക്കുന്ന സമയത്തും തന്നെ ഭയങ്കര സ്പീഡിലൊന്നും മിക്സ് ചെയ്യാതെ കുറച്ച് സ്ലോ ആയിട്ട് തന്നെ മൊത്തത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാനിവിടെ സ്ലോ ആയിട്ട് തന്നെയാണ് മിക്സ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ടൈം വേസ്റ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് സ്പീഡിലിട്ടിട്ട് കാണിക്കുന്നതാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ആയി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ വാട്ടി വെച്ചിട്ടുണ്ടായിരുന്ന പഴത്തിൻ്റെ മിക്സ് ഇല്ലേ, അതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു മിക്സ് ചെയ്യുന്ന സമയത്ത് നല്ല ടൈറ്റായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇതിലോട്ട് പാല് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതിപ്പോൾ നല്ല തിക്കായിട്ട് തോന്നിയതുകൊണ്ട് തന്നെ ഒരു 1/4 കപ്പ് അളവിൽ പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി പാല് കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇളം ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഇതിപ്പോൾ ഞാൻ നേരിട്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുള്ള പാൽ തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതാ ഞാൻ പാലൂടിയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിലോട്ട് ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ശർക്കര ചേർത്തതുകൊണ്ട് ആ ഒരു മധുരത്തെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പുകൂടിയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നേരെ നമുക്ക് കേക്ക് ടിന്നിലോട്ട് മാറ്റാം. അപ്പോൾ ഞാൻ കേക്ക് ടിന്നിൻ്റെ അടിഭാഗത്ത് ചെറിയൊരു ബട്ടർ പേപ്പറിൻ്റെ പീസ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അടിവശത്തൊക്കെ ചെറുതായിട്ടൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കേക്ക് ടിന്നിലോട്ട് മാറ്റി നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തിട്ട് ഞാനിവിടെ എയർ ഫ്രയറിലാണ് കേട്ടോ ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് സ്റ്റൗ ടോപ്പിൽ നേരിട്ട് ഫ്രൈ പാനിലൊക്കെ വെച്ചിട്ട് ബേക്ക് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് നോർമലായിട്ട് കേക്ക് എങ്ങനെയാണോ ബേക്ക് ചെയ്യൽ ആ രീതിയിൽ ബേക്ക് ചെയ്യുക കേട്ടോ. ഞാനിപ്പോൾ എന്തായാലും എയർ ഫ്രയറിൽ കേക്കിൻ്റെ ഓപ്ഷൻ എടുത്തിട്ട് ആ ഒരു ടെമ്പറേച്ചറിലാണ് ഇത് വേവിച്ചെടുക്കുന്നത്. എൻ്റെ ഈ ഒരു ഐബെല്ലിൻ്റെ എയർ ഫ്രയറിൽ 160 ഡിഗ്രിയിൽ 17 മിനിറ്റാണ് കേട്ടോ കേക്കിൻ്റെ ടൈം എന്ന് പറയുന്നത്. ഈ ഒരു ടൈം കറക്റ്റ് ആയിരുന്നു കേട്ടോ നമ്മുടെ ഈ ഒരു കേക്ക് ബേക്കായി കിട്ടാനായിട്ട്. ഇപ്പോൾ ഇതാ ഓപ്പൺ ചെയ്തിട്ട് നോക്കുമ്പോൾ നമ്മൾ സ്ക്വയർ വെച്ചിട്ട് കുത്തി നോക്കുമ്പോൾ അതാ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഒട്ടും തന്നെ ഒട്ടുപിടിക്കാതെ നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് സമയം തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ചെറുതായിട്ടൊന്ന് ചൂട് കുറഞ്ഞപ്പോൾ ഞാൻ കേക്കിനിൽ നിന്നും എടുത്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ അതാ നമ്മൾ അടിഭാഗത്ത് ബട്ടർ പേപ്പർ വെച്ചതുകൊണ്ട് തന്നെ സിമ്പിളായിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ എയർ ഫെയറിൽ ചെയ്യുന്ന കേക്കൊക്കെ അടിവശം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുമേ. അപ്പോൾ അതാ നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി കേക്കാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. വൈകുന്നേരം ചായൻ്റെ കൂടെ കഴിക്കാനൊക്കെ അടിപൊളിയാണ്. അതുപോലെ തന്നെ മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. നമ്മളിതിലോട്ട് പഞ്ചസാരയോ മൈദയോ ഒന്നും തന്നെ ചേർക്കാത്തതുകൊണ്ട് ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള ഒരു കേക്കും കൂടിയാണ് കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റാണ് കേട്ടോ. നിങ്ങൾക്ക് കട്ട് ചെയ്യുമ്പോൾ കാണുമ്പോൾ മനസ്സിലാവും അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. അതുപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള കേക്കാണ് കേട്ടോ. വെറുതെ പറയുന്നതല്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എടുക്കുമ്പോൾ കാണുമ്പോൾ അറിയാൻ പറ്റും എത്രത്തോളം സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണെന്നുള്ളത്. ചെറുതായിട്ട് ചൂട് പോയിട്ടുള്ളൂ കേട്ടോ, ചെറിയ ചൂടൊക്കെ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അതാണ് അവിടെ പഴവും ഇടയിൽ ആ ഒരു കിസ്മിസൊക്കെ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് അല്ലേ. അപ്പോൾ എയർ ഫെയറിൽ ഇതുപോലെയുള്ള കേക്കിൻ്റെ റെസിപ്പീസുകളൊക്കെ ഒരുപാട് ട്രൈ ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വേറെയും കേക്കുകളുടെ റെസിപ്പീസൊക്കെ എയർ ഫെയറിൽ കാണിച്ചു തരാം. നമുക്ക് എയർ ഫെയറിൽ മാത്രമല്ല ഇത് ഓവനിലും ഗ്യാസ് സ്റ്റോപ്പിലൊക്കെ ഇതേ മെത്തേഡിൽ തന്നെ കേക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റി ആയിട്ട് ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഈ ഒരു ടീ കേക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്.